ഹൈ ഗൈസ്, ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പം ഇപ്പോൾ സമയം വൈകിട്ട് 3:30 മണിയായിട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാം, ഇന്ന് വീട്ടിലുണ്ടായിരുന്നേ, എവിടെയും പോയിട്ടില്ല. ഇപ്പം 4 മണിയായി, 4:07 ഇതരേ 4:07 നമ്മൾ ഇനി ചെയ്തോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, എനിക്കൊന്ന് നമ്മുടെ ജേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. ഇന്നലെ മിനിഞ്ഞാന്നും വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് കോപ്പി ചെയ്യണം. ഇത് മെമ്മറി കാർഡ് അവിടുത്തെ സിസ്റ്റത്തിൽ കോപ്പി ചെയ്യണം. അപ്പോൾ വീട്ടിലേക്ക് കേട്ടോ കോഴി സാറ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ പരിപാടി അതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ വേഗം ഫ്രഷായി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. പോവാം ഗൈസ്. വേറെന്തൊക്കെയാണെന്ന് വിശേഷം? നമുക്കൊന്ന് പയങ്ങാളിലും പോകണം. ഫസ്റ്റ് നമുക്ക് കോഴിസാറ് പോവാം. കോഴിസാറ് പോയിട്ട് ജേർണി ഇത് മെമ്മറി കാർഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ പയങ്ങാളിലേക്ക് വരാം കേട്ടോ. ഓക്കെ. പിന്നെ ഇന്നലെ നൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നേ, എൻ്റെ നാട്ടിൽ തന്നെ കുറച്ചപ്പുറം, ഒരു ഹിന്ദുസ് മാരേജ്. ഞാൻ പിന്നെ തിരക്കിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ ഗൈസ്, സ്റ്റാർട്ടാക്കട്ടെ. ഗൈസ് പോവാം. ഇതൊരു സെൽഫ് എടുക്കാൻ എന്തൊരു കളി പോലെ ശരിയാക്കാന്നില്ല, ഡ്രസ്സ് കൊടുത്തോണ്ട് നോക്കുമ്പോഴത്തേക്ക് ശരിയായി. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുള്ളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുള്ളി നാളാണേ. ഒന്നാകുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാകുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ആഹോദമാരോ നാള് കൂടണല്ലോ, ആഹോദമാരോ നാടക ചുറ്റണല്ലോ, ആഹോദമാരോ നാള് കൂടിയിട്ട് ആഹോദമാരോ രാക്കിള്ളി കൂടണല്ലോ. ഗായ്സ്, അങ്ങനെ ഞാൻ കോയസാർ എത്തിയട്ടാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ റോഡിൽ വല്ല തിരക്കൊന്നുമില്ല, വാഹനങ്ങളും കുറവാണ്. ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവും. ഇപ്പം 4:30 നമ്മളെ സുൽത്താൻ തോട്, മാടായിയുടെ സുൽത്താൻ തോട്. വേസ്റ്റ് കംപ്ലീറ്റ് പുറത്താണല്ലോ. വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടും വേസ്റ്റ് കംപ്ലീറ്റ് പുറത്താണ്. ഇതാ കംപ്ലീറ്റ് അല്ല, കുറച്ച് പുറത്താണ് സുൽത്താൻ തോട്. ചേട്ടാ, എന്താണ് സുഖമല്ലേ? ഞാൻ ചേട്ടനെടുത്ത് ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി നാളുണ്ട്. ഇർഷാദ് ഞാൻ ഇന്നലെ രാത്രി കണ്ടിന്. അത് നമ്മളെ കമലച്ചേട്ടൻ, നമ്മളെ ചേട്ടൻ്റെ ഏട്ടനാണ്. നമ്മൾ ഒരുമിച്ച് മുമ്പ് വർക്ക് ചെയ്ത സ്റ്റുഡിയോയിൽ ചേട്ടൻ്റെ വീട്. ചേച്ചി ഉണ്ടായിരുന്നു, അതിൻ്റെ കോപ്പി ചെയ്യാൻ വേണ്ടി തന്നെയോ മെമ്മറി കാർഡ്. ചേട്ടോ സൈഡിൽ ഇങ്ങനെ മരം വെച്ചിട്ടുണ്ടോ, അവിടെ മറ്റേ മരമില്ലേ, കിഴങ്ങ് പോലെ പോകുന്ന, തെങ്ങ് പോലെ പോകുന്നത്, കിഴങ്ങ് പോലെ പോകുന്നത്, പന പോലത്തെ സാധനം. നല്ല രസമാണ് കേട്ടോ. ഇവിടുന്ന് മുതൽ ഇതിങ്ങനെ ഇതാ കേട്ടോ, അതോളം വെച്ചിന്. റോഡിന് ഇപ്പുറ സൈഡിൽ, സുൽത്താൻ തോടിൻ്റെ സൈഡിൽ. ഗൈസ്, ഞാൻ തിരിച്ച് നടന്ന് വിട്ടാട്ടാ. ഞാൻ ചേട്ടൻ നടന്ന് വിട്ടു നേരെ പയങ്ങളിലേക്ക്. ഓക്കെ, പയങ്ങളിൽ പോകണം, ഉള്ള ചായ പിടിക്കണം. ഗൈസ്, പയങ്ങളിലെത്തി. ഭയങ്കരമായ തിരക്കൊന്നുമില്ല. ചാവടിക്കാൻ വന്നേ, അപ്രതീക്ഷിതമായി ഒരു യുവാവിനെ കണ്ടുമുട്ടി. നമ്മൾ ചങ്ങായിയാണ്. നല്ല കാറ്റിന് കേട്ടോ, നല്ല വെയിലും. റഷീദ് ഭായ്, റഷീദ് ചായ എങ്ങനെ? ഓ, അങ്ങനെയാ പറഞ്ഞല്ലേ. കളിയാണേ. എന്താ തിന്നിനി? എടുക്കുന്നില്ല, കടിയെട്. 3 കഴിച്ചാ? അയ്യോ, മതിയോ? കട്ടേട്ടാ മതിയല്ലേ? എന്തോ അന്ന എന്തോ പൊക്കി പറയോ? കുറച്ച് എന്തോ കുറച്ച് പൊക്കി പറയോ? ഇത് കേൾക്കാൻ വേണ്ടിക്കാന്ന് പറഞ്ഞു നീ, പക്ഷെ ഇതിനേക്കാൾ പ്രതീക്ഷിച്ചു നീ. അസർ പോയി കട്ടേട്ടാ. തപശി ഫുൾ തിരക്കാട്ടോ. തപശേ നോക്കിയേ,
ഗോയ്സ് അങ്ങനെ പയങ്ങാടിയിൽ നിന്ന് വിട്ടോ. ഇപ്പോൾ സമയം 7:30 മണി കേട്ടോ. മഗ്‌രിബിന് കറക്റ്റ് 7:30 മണി. അപ്പോൾ ഇനി എന്താ പരിപാടി, എനിക്ക് ഒന്ന് പയ്യന്നൂർ പോകണം. പയ്യന്നൂർ പോയിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. 1-2 ഷോപ്പിൽ കയറണം, ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാം. പിന്നെ വേറെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ബോബുവിനെ കൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ്. അങ്ങനെ വേറെ എന്താ ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ വീഡിയോ കേട്ടോ. ഇന്ന് ഒന്നുമില്ല, ഇന്ന് പോയിട്ട് ഒന്നും കണ്ടിട്ട് ആക്കിയിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നടന്നിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വെടി വെടിക്കുന്നത് പെരുന്നാളിൻ്റെ തലേന്നും അതുപോലെ വിഷുവിൻ്റെ ഓണത്തിൻ്റെ തലേന്നൊക്കെ ടൗണിലൊക്കെ നല്ല ആൾക്കാർ ഇറങ്ങില്ലേ. പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ പയങ്ങാടൊന്നും ആരും കാണുന്നില്ല, ആരും അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ. തിരക്കൊന്നുമില്ല, ഭയങ്കരമായ ആൾക്കാരൊന്നുമില്ല. വെടി പൊട്ടിക്കുന്നു വെടി കളേഴ്സ്, ചൈനീസ് വെടി, ചൈനീസ് പടക്കങ്ങൾ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. എനിക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒന്ന് പയ്യന്നൂർ പോകണം, ഞാനുള്ളൊരാവശ്യമുണ്ട്. അപ്പോൾ പയ്യന്നൂർ പോവാം. പിന്നെ ഒന്ന് ഷെയ്വ് ചെയ്യണമായിരുന്നു, മുടി കണ്ട ഷെയ്വ് ചെയ്യണമായിരുന്നു. ഇവിടെ തിരക്കുണ്ടോ നമ്മളെ ഷംസുഖാൻ്റെ അടുത്ത്? എന്നെ എത്തി നോക്കുന്നുണ്ടോ ഷംസുഖോ? ഒരു ഷെയ്വ് മാത്രം. പിന്നെ ഒന്ന് കുട്ടപ്പനാക്കണം. കുട്ടപ്പൻ തന്നെ. ശരി എന്നാ നമുക്ക് വയ്യ, രാത്രി വരാം. വിശക്കുന്നുണ്ട്, കഴിക്കണം. അവരെ നേരെ വീട്ടിലേക്കട്ടോ. ഓക്കെ, പറഞ്ഞില്ലല്ലോ ചെറിയൊരു വീഡിയോ നെക്സ്റ്റ് വെക്കണം. അപ്പോൾ അതുവരെ ബൈ.